Dear friends, welcome back to EduVibe YouTube channel. Fourth standard പരിസരപഠനം ഒന്നാമത്തെ പാഠഭാഗം വയലും വനവും. ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ പാഠഭാഗത്ത് എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ടോ അവയെല്ലാം ഒറ്റ വീഡിയോയിൽ കൂടി നമ്മൾ പറയുകയാണ്. ഓക്കെ, അപ്പോൾ LSS പഠനത്തിന് കൂടി സഹായകമാകുന്ന രീതിയിലാണ് ഈ വീഡിയോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് മത്സ്യത്തിൻ്റെ ജലജീവിതത്തിന് സഹായകമായ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മത്സ്യത്തിൻ്റെ ചിത്രം എല്ലാവരും നിരീക്ഷിക്കുക. എന്തൊക്കെ സവിശേഷതകളാണ് മത്സ്യത്തിനുള്ളത് നോക്കൂ. കണ്ണ്, ചെകിളമൂടി, മേൽച്ചിറകുകൾ, വാൽച്ചിറക്, ശൽക്കങ്ങൾ, കീഴ്ച്ചിറകുകൾ, വശങ്ങളിലെ ചിറക്, വായ്. ഇത്രയും സവിശേഷതകളാണ് മത്സ്യത്തിനെ ജലജീവിതത്തിന് സഹായിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് മത്സ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അനുകൂലനങ്ങൾ എന്ന് നോക്കാം. തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതിയാണ് മത്സ്യത്തിനുള്ളത്. ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകളാണ് മത്സ്യത്തിനുള്ളത്. ശകുലങ്ങൾ ഉപയോഗിച്ച് അവ ശ്വസിക്കുന്നു. വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരം, നിരയായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ശൽക്കങ്ങൾ, ബാഹ്യകർണങ്ങൾ, കഴുത്ത് എന്നിവ മത്സ്യത്തിനില്ല. അതുകൊണ്ട് തന്നെ ജലത്തിൽ തടസ്സമില്ലാതെ നീങ്ങാൻ ഇതു മത്സ്യങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മത്സ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അനുകൂലനങ്ങൾ. ഓക്കെ, ജലസസ്യങ്ങൾ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ജലസസ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അസോള, ആഫ്രിക്കൻ പായൽ, കുളവായ, താമര, ആമ്പൽ ഇവയാണ് പ്രധാനപ്പെട്ട ജലസസ്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ജലസസ്യങ്ങളുടെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്. എന്തൊക്കെ അനുകൂലനങ്ങളാണ് ജലസസ്യങ്ങളെ ജലത്തിൽ വളരാൻ സഹായിക്കുന്നത്. ഓക്കെ, ജലസസ്യങ്ങളുടെ പൊതുവായിട്ടുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്. ആഫ്രിക്കൻ പായൽ, അതുപോലെ അസോള തുടങ്ങിയ ജലസസ്യങ്ങളെ എടുക്കുകയാണെങ്കിൽ അത്തരം ജലസസ്യങ്ങളുടെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്. ജലസസ്യങ്ങൾക്ക് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുവാൻ ഉള്ള കഴിവുണ്ട്. അത്തരം ജലസസ്യങ്ങളുടെ വേരുകൾ മണ്ണിൽ ഉറയ്ക്കുന്നില്ല. ജലസസ്യങ്ങൾക്ക് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുവാനുള്ള കഴിവുണ്ട്. ജലസസ്യങ്ങളുടെ വേരുകൾ മണ്ണിൽ ഉറയ്ക്കുന്നില്ല. ഇനി എന്തൊക്കെയാണ് താമര, ആമ്പൽ തുടങ്ങിയ ജലസസ്യങ്ങളുടെ അനുകൂലനങ്ങൾ എന്ന് നോക്കാം. അവ വെള്ളത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അവ ചീഞ്ഞു പോകുന്നില്ല. വെള്ളത്തിലാണെങ്കിലും ചീഞ്ഞു പോകുന്നില്ല. തണ്ടിലും ഇലയിലും വായു അറകളുണ്ട്. അതുകൊണ്ടാണ് അവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. തണ്ടിലും ഇലയിലും വായു അറകളുണ്ട്. ഇലകൾ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. അതിന് കാരണം എന്താണ്? അതിൻ്റെ ഇലയിലും തണ്ടിലും വായു അറകളുണ്ട്. ഇനി ഇലയിൽ വെള്ളമായാൽ അതിനൊന്നും സംഭവിക്കുന്നില്ല, അത് ചീഞ്ഞു പോകുന്നില്ല. കാരണം ഇലയിൽ മെഴുകുപോലുള്ള ആവരണമാണ് ഉള്ളത്. ഓക്കെ, അടുത്തതായിട്ട് ആമ. ആമയുടെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്. എന്തൊക്കെ അനുകൂലനങ്ങളാണ് ആമയെ ജലാശയങ്ങളിൽ ജീവിക്കാൻ സഹായിക്കുന്നത്. നമുക്കറിയാം, ആമയുടെ കാലുകൾ വെള്ളത്തിൽ അനായാസം തുഴയുന്നതിന് കഴിയും വിധം തുഴയുടെ ആകൃതിയിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഓക്കെ, തുഴയുടെ ആകൃതിയിൽ രൂപപ്പെട്ടിരിക്കുന്ന കാലുകളാണ് ആമയ്ക്ക് ഉള്ളത്. ജലാശയത്തിന് അടിത്തട്ടിലേക്ക് മുങ്ങാനും ഉയർന്നു വരാനും അവയ്ക്ക് കഴിയുന്നു. ജലാശയത്തിന് അടിത്തട്ടിലേക്ക് മുങ്ങാനും ഉയർന്നു വരാനും കഴിയും. ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ ആമയ്ക്ക് കഴിവുണ്ട്. ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ ആമയ്ക്ക് കഴിവുണ്ട്. അപ്പോൾ ഇത്രയും അനുകൂലനങ്ങളാണ് ആമയെ
ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നത്. ഇനി തവളയുടെ എന്തെല്ലാം അനുകൂലനങ്ങളാണ് അവയെ ഒരു ഉഭയജീവിയായി ജലാശയങ്ങളിൽ ജീവിക്കാൻ സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ബലമേറിയ പിൻകാലുകൾ കൊണ്ട് ജലത്തിൽ വേഗത്തിൽ തുഴയാൻ തവളയ്ക്ക് കഴിയും. ബലമേറിയ പിൻകാലുകൾ കൊണ്ട് ജലത്തിൽ വേഗത്തിൽ തുഴയാൻ തവളയ്ക്ക് കഴിയും. ചർമ്മബന്ധിതമായ വിരലുകളാണ് തവളയ്ക്കുള്ളത്. ചർമ്മബന്ധിതമായ വിരലുകൾ. ത്വക്ക് ഉപയോഗിച്ച് തവള ജലത്തിലെ വായു ശ്വസിക്കുന്നു. ത്വക്ക് ഉപയോഗിച്ച് തവള ജലത്തിലെ വായു ശ്വസിക്കുന്നു. വെള്ളത്തിലെ കുറഞ്ഞ പ്രകാശത്തിലും തവളയ്ക്ക് നന്നായി കാണാൻ കഴിയും. വെള്ളത്തിലെ കുറഞ്ഞ പ്രകാശത്തിലും തവളയ്ക്ക് നന്നായി കാണാൻ കഴിയും. കരയിൽ മൂക്കുപയോഗിച്ചും തവള ശ്വസിക്കുന്നു. കരയിലാണെങ്കിൽ മൂക്കുപയോഗിച്ചും തവള ശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തവളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അനുകൂലനങ്ങൾ. ഓക്കെ, ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും തമ്മിലുള്ള പരസ്പരാശ്രയത്വം അവ എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും തമ്മിലുള്ള പരസ്പരാശ്രയത്വം. താമര. ജലം, വായു, മണ്ണ് എന്നിവ താമരയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. നമുക്കറിയാം ജലം, വായു, മണ്ണ് എന്നിവയൊക്കെ അജീവീയ ഘടകങ്ങളാണ്. ഇത്തരം അജീവീയ ഘടകങ്ങൾ താമരയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. തവള, ഷഡ്പദങ്ങൾ, നീർക്കോലി തുടങ്ങിയ ജീവികൾ താമരയെ താൽക്കാലിക വാസസ്ഥലമാക്കുന്നു. തേനീച്ച, വണ്ട് എന്നിവയ്ക്ക് ആഹാരം നൽകുന്നു. പാറ. പാറയിൽ ചെറു സസ്യങ്ങൾ പറ്റിപ്പിടിച്ചു വളരുന്നു. ഞണ്ട്, തവള, ഞൗണി, ആമ, ഹൈഡ്ര തുടങ്ങിയ ജീവികൾക്ക് താൽക്കാലിക വാസസ്ഥലം നൽകുന്നു. പാറ കാലക്രമത്തിൽ മണ്ണായി മാറുന്നു. പാറക്കെട്ടുകളുടെ വിടവുകളിൽ ജലം സംഭരിക്കപ്പെടുന്നു. വായു. വായു ഒരു അജീവീയ ഘടകമാണ്. അവ എങ്ങനെയാണ് ജീവീയ ഘടകങ്ങളെ സഹായിക്കുന്നത്? സസ്യങ്ങൾ വായുവിൽ ഓക്സിജൻ്റെ അളവ് കുറയാതിരിക്കാൻ സഹായിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നു ലഭിക്കുന്ന ചൂട് കാറ്റുണ്ടാക്കാൻ കാരണമാകുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വായു ആവശ്യമാണ്. ചലിക്കുന്ന വായു മേഘങ്ങളെ കരയിലെത്തിക്കുന്നു. ഇത് മഴയ്ക്ക് കാരണമാകുന്നു. ഇനി തവള. വായു, ജലം, സൂര്യപ്രകാശം, മണ്ണ് തുടങ്ങിയ അജീവീയ ഘടകങ്ങൾ ആവശ്യമാണ്. സഞ്ചാരത്തിനും ഇരത്തേടലിനും ജലവും മണ്ണും ഉപയോഗിക്കുന്നു. ജീവീയ ഘടകങ്ങളായ ഷഡ്പദങ്ങളെ ആഹാരത്തിനാശ്രയിക്കുന്നു. പാമ്പുകൾ, പരുന്ത്, കൊക്ക് എന്നിവയ്ക്ക് ആഹാരമാകുന്നു. നീർക്കോലി. സഞ്ചരിക്കുന്നതിനും ഇരപിടിക്കുന്നതിനും പാർപ്പിടത്തിനും വായു, വെള്ളം, പ്രകാശം, മണ്ണ് എന്നിവ ആവശ്യമാണ്. തവള, ചെറുജീവികൾ എന്നിവയെ ആഹാരത്തിനായി ആശ്രയിക്കുന്നു. പരുന്ത്, കീരി, മൂങ്ങ എന്നിവയ്ക്ക് ആഹാരമാകുന്നു. പ്രകാശം. പ്രകാശം ഒരു അജീവീയ ഘടകമാണ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് സൂര്യപ്രകാശം ഉപയോഗിച്ചാണ്. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് സൂര്യപ്രകാശം ആവശ്യമാണ്. കാഴ്ച ലഭിക്കുന്നതിന് മുഖ്യമായും ഇരപിടിക്കൽ, ചലനം, പ്രജനനം ഇവയാണ് പ്രകാശം മൂലം നടക്കുന്ന കാര്യങ്ങൾ. ആമ. വായു, ജലം, മണ്ണ്, പ്രകാശം എന്നിവ ജീവൽ പ്രവർത്തനങ്ങൾക്കും സഞ്ചാരത്തിനും ആവശ്യമാണ്. ചെറുജീവികളെയും സസ്യങ്ങളെയും ആഹാരമാക്കുന്നു. ആമയുടെ മൃതാവശിഷ്ടങ്ങൾ മണ്ണിന് ജൈവാംശം നൽകുന്നു. മേൽമണ്ണ് രൂപപ്പെടുന്നതിന് സഹായിക്കുന്നു. മണ്ണ്. ജന്തുക്കളുടെ വിസർജ്യങ്ങൾ, സസ്യാവശിഷ്ടങ്ങൾ എന്നിവ മേൽമണ്ണ് രൂപപ്പെടുന്നതിൽ സഹായകമാകുന്നു. പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്നു. വെള്ളം, വായു എന്നിവ മേൽമണ്ണിൻ്റെ ഘടന നിലനിർത്തുന്നു. മഴയും ജലപ്രവാഹവും കാറ്റും പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകാൻ സഹായിക്കുന്നു. കൂടുതൽ സസ്യങ്ങളും മണ്ണിൽ നിലനിൽക്കുന്നു. മണ്ണിൽ ധാരാളം ജീവികൾ വസിക്കുന്നു. മണ്ണിൽ വെള്ളം നിലനിൽക്കുകയും ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ മണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജീവീയ ഘടകമാകുന്നു. വള്ളിപ്പടർപ്പ്. വളർച്ചയ്ക്കായി മരങ്ങളെയും കുറ്റിച്ചെടികളെയും ആശ്രയിക്കുന്നു. മണ്ണ്, ജലം, വായു, പ്രകാശം തുടങ്ങിയ അജീവീയ ഘടകങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു.
പരാഗണം, വിത്തുവിതരണം എന്നിവയ്ക്ക് ജീവികളെയും അജീവീയ ഘടകങ്ങളെയും ആശ്രയിക്കുന്നു. ജീവികൾക്ക് ആഹാരവും വാസസ്ഥലവും നൽകുന്നു. ചില പ്രാണികളും ഷഡ്പദങ്ങളും ഭക്ഷിക്കുന്നു. ഇലകളും മറ്റ് അവശിഷ്ടങ്ങളും മണ്ണിന് ഫലപുഷ്ടി നൽകുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും തമ്മിലുള്ള പരസ്പരാശ്രയത്തിൽ വരുന്നത്. ഓക്കെ, കുറച്ച് ജീവികളുടെ കൂടി അനുകൂലനങ്ങൾ നോക്കാം. പരുന്ത്. വളഞ്ഞ് മൂർച്ചയുള്ള കൊക്കുകൾ. ഇരയെ കോർത്തുപിടിക്കുന്നതിന് കൂർത്തു വളഞ്ഞ് മൂർച്ചയേറിയ നഖങ്ങൾ അവയെ സഹായിക്കുന്നു. കൊക്ക്. നീളമേറിയ കാലുകൾ, നീളം കൂടിയ കഴുത്ത്, നീണ്ടു കൂർത്ത കൊക്കുകൾ. അണ്ണാൻ. മൂർച്ചയേറിയ നഖങ്ങൾ മരങ്ങളിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്നു. ശത്രുജീവികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിറം. മരം കൊത്തി. മരത്തിൽ കയറാൻ സഹായിക്കുന്ന തരത്തിൽ നഖങ്ങളോട് കൂടിയ പാദങ്ങൾ, ബലമേറിയ കൊക്ക്, ഇര തേടുന്നതിന് അവയെ സഹായിക്കുന്നു. താറാവ്. എണ്ണമയമുള്ള തൂവലുകൾ. വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്ന കൊക്കുകൾ, ചർമ്മബന്ധിതമായ വിരലുകൾ. മുതല. ജലസഞ്ചാരത്തിന് അനുയോജ്യമായ ആകൃതിയാണ് മുതലയ്ക്കുള്ളത്. തുഴയാൻ കഴിയുന്ന നീണ്ട വാൽ. നീർക്കോലി. വെള്ളത്തിൽ തുഴഞ്ഞ് സഞ്ചരിക്കുന്നതിന് വഴക്കമുള്ള ശരീരം. ഉരസ്സിലെ ശൽക്കങ്ങൾ ഉപയോഗിച്ച് കരയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ നീർക്കോലിക്ക് കരയിലും വെള്ളത്തിലും സഞ്ചരിക്കാൻ സാധിക്കുന്നു. വെള്ളത്തിലാണെങ്കിൽ തുഴഞ്ഞ് സഞ്ചരിക്കാൻ സഹായിക്കുന്ന വഴക്കമുള്ള ശരീരമാണ് നീർക്കോലിക്കുള്ളത്. ഇനി കരയിലാണെങ്കിൽ ശരീരത്തിലെ ഉരസ്സിലെ ശൽക്കങ്ങൾ ഉപയോഗിച്ച് അവ കരയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ഓരോ ജീവിക്കും അത് ജീവിക്കുന്ന പരിസരത്തിന് അനുയോജ്യമായ അനുകൂലനങ്ങൾ ഉണ്ട്. അതുമാത്രമല്ല, ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നതും. ഓക്കെ, അപ്പോൾ 4ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്.